ഹേ ഗായ്സ്! അങ്ങനെ ഫൈനലി ഞാനും എമ്പുരാൻ കാണാൻ പോവുകയാണ്. എനിക്ക് കാണാൻ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. വൈഷു ഉള്ളതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ പോകാൻ പറ്റില്ല എന്നറിയായിരുന്നു. അതുകൊണ്ട് നേരത്തെ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പോയി സിനിമ കാണാം എന്നുള്ളത്. ലാലേട്ടൻ്റെ കട്ട ഫാനായ ഞങ്ങൾ എങ്ങനെ എമ്പുരാൻ മിസ് ചെയ്യും? അപ്പം ഞാൻ ദാ ഇവിടെ കേട്ടോ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. മാൽമോ ഫിലിം സ്റ്റാർഡൻ. ഇവിടെ മാൽമോയിൽ രണ്ടിടത്ത് ഷോ നടക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇത്രയും മലയാളി ഉണ്ടെന്ന് തന്നെ. പിന്നെ നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കയ്യടിയും കൂക്കിവിളിയൊക്കെ ആയിരുന്നു. ലാലേട്ടനൊക്കെ വന്നപ്പോൾ അമ്മാതിരി കയ്യടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദാ സിനിമയെല്ലാം കണ്ടിറങ്ങി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയേ. പിന്നെ ഒറ്റയ്ക്ക് വന്നെങ്കിലും തിരിച്ച് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയാണെന്ന് ഞാൻ നന്ദുവിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് ചെയ്യാൻ മടിച്ച പല കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തി കാരണം മാത്രം കേട്ടോ. നന്ദുവിൻ്റെ അടുത്തുനിന്ന് നോ എന്നൊരു വാക്ക് ഞാൻ ഇന്നേ വരെയും കേട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. പെൺകുട്ടികൾ ചുരുക്കമായിരിക്കില്ലേ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നത്. പക്ഷെ നല്ല രസമാടാ. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെ കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലേ ഒന്ന് പോയി നോക്കേ.